ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ തിരക്കുകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ രാവിലെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചതച്ച് എണ്ണയിൽ വറുത്ത് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അങ്ങനെയാണ് വെക്കുന്നത്. നമ്മൾ തേങ്ങ ഇട്ടിട്ടും വെക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കടല കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടല വേവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചായ വെച്ചിട്ടുണ്ട്. സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചേർത്താൽ മാത്രം മതിയാവും. അപ്പോൾ തന്നെ ഞാൻ ചായ വയ്ക്കുകയാണ്. അതുപോലെ ചക്കക്കുരുവൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പം കുറച്ച് ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചക്കക്കുരുവൊക്കെ എടുത്ത് വെച്ചതാണ്. പിന്നെ ചായ വെച്ചു, ചായ കുടിക്കുകയാണ്. അപ്പോൾ ഈ കടലക്കറിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കാണ്ട് മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വെന്ത കടല തന്നെ വേവിച്ച കടല തന്നെ മിക്സിയിലൊന്ന് അരച്ചിട്ട് ചേർത്ത് അങ്ങനെ ഒരു രീതിയിലാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി, മസാലപ്പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അപ്പത്തിനും കൂട്ടാം, ചോറിന് കറിക്കും കൂട്ടാം. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതാണ് ചോറിന് കറിയായിട്ട് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അറിയാത്തവരൊന്ന് വെച്ച് നോക്കണേ. പിന്നെ ഇന്നലെ അരച്ച് വെച്ചതാണ് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നും നല്ല രീതിയിൽ പൊന്തി വരുന്നതാണ്. ഇപ്പം എന്താ അറിയില്ല, തണുപ്പൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു, അത്രയ്ക്ക് അങ്ങ് പൊന്തി വന്നില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വലുതാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കിച്ചണിൽ. അതൊക്കെ കഴുകി എല്ലാം അടുക്കളയ്ക്കൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും 8:30 കഴിഞ്ഞിട്ടുണ്ട്. റിയ റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് പോയി. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും കടലക്കറി എടുക്കുകയാണ്. അതും കൂടി കഴിച്ചിട്ട് ഇനിയും പണികളുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കാലാവസ്ഥ രാവിലെയൊക്കെ നല്ല വെയിൽ കാണുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ കഴുകണം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇന്ന് തുടയ്ക്കുകയോട് ചെയ്യണം. ഇന്നലെ തുടച്ചിട്ടില്ലായിരുന്നു. അപ്പം റൂമൊക്കെ ഒന്ന് അടിച്ച് വാരിയാണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാനും റിയയും കൂടി ഇവിടെ എല്ലാം ഒന്ന് ചെത്തി. നിറയെ പുല്ലുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് വഴുതന തൈയും മുളക് തൈയും തക്കാളി തൈയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നട്ടു. പിന്നെ കുറച്ച് പയർ പാകിയിട്ടുണ്ട്, ചീരേൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്. പിന്നെ ഒരു കറിവേപ്പില, ചായ മനസ്സ, ചീര അതൊക്കെ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഇവിടെ നന്നാവുമെന്ന് അറിയില്ല. ഈ ഭാഗത്തു കൂടിയൊക്കെ പന്നി നന്നായിട്ട് വരും. ഈ സൈഡിൽ കൂടി എന്തെങ്കിലും നട്ടാൽ അപ്പം വന്ന് മാന്തി വേര് പുറത്തേക്ക് എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയും കുറച്ച് വിത്തുകളും കൂടി ഉണ്ട്. അതൊക്കെ നടണം. ഓരോ ദിവസമായിട്ട് നടാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞങ്ങൾ നട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ ഇത്രയും ചെയ്തു. അപ്പോൾ പയറൊക്കെ വിതച്ചപ്പം ഞാൻ രാവിലെ നോക്കിയപ്പോൾ മേളിൽ പൊന്തിക്കിടക്കുക. അപ്പോൾ ഞാൻ മണ്ണൊക്കെ ഇട്ട് അതൊക്കെ ലെവലാക്കി. ഇനിയിപ്പോൾ കുറച്ച് ഭാഗം കൂടി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് പിന്നെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ അടുപ്പിൽ വെച്ച് കരി പിടിച്ച 2 പാത്രങ്ങളുണ്ടായിരുന്നു. ഇത്രയും ദിവസം മഴയായിരുന്നല്ലോ. അപ്പോൾ അത് ഇന്ന് കഴുകുക, നാളെ കഴുകുക അങ്ങനെ വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇന്ന് അതെല്ലാം പുറത്തെടുത്ത് 2 പാത്രമേ ഉള്ളൂ. പുറത്തെടുത്ത് ചാരവും സോപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുകയാണ്. വെയിലുള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്ക് പണികളൊക്കെ ചെയ്യാൻ കുറച്ച് ഉഷാറാണ്. നല്ല കരിയുണ്ട് ഈ പാത്രങ്ങളിലൊക്കെ. അടുപ്പിൽ വെച്ച് വെള്ളം ചൂടാക്കുന്ന കലമാണേ. ഒരു പാത്രത്തിൽ കപ്പ എന്തോ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉള്ളു മാത്രം കഴുകി, മറ്റേത്
മടിയായിട്ട് അങ്ങനെ വെച്ചതാണ്. മടി പറഞ്ഞാൽ മഴയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. ഇനി തുണി കഴുകാനുണ്ട്. ഇന്നലെ സൺഡേ ആണല്ലോ, അപ്പോൾ ചർച്ചിലൊക്കെ പോയി അങ്ങനെയുള്ള തുണി കുറച്ചുണ്ടായിരുന്നു, ചർച്ചിൽ ഇട്ടുകൊണ്ട് പോയ തുണികൾ. അപ്പോൾ ഇത്തിരി കൂടുതൽ തുണിയുണ്ട്. അപ്പം എപ്പോഴും സൺഡേ നമ്മൾ പണിയൊന്നും അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പോൾ ഇന്ന് അതൊക്കെ കഴുകിയിടുകയാണ്. വെയിൽ കാണുന്നുണ്ട്, അത്രയും വെള്ളം പോയി കിട്ടിയാൽ അത്രയും നല്ലതാണല്ലോ. അപ്പോൾ തുണിയൊക്കെ കഴുകി അങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിടുകയാണ്. ഇനിയിപ്പോൾ കുളിക്കണം. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ പണികൾ. അപ്പോൾ രാവിലെ മുതൽ ഇത്രയും നേരമുള്ള പണികൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.